ഓരോ വിദ്യാലയവും ഓരോ വിദ്യാർത്ഥികളും തൂഫാന്റെ ഭാഗമായി ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് പറഞ്ഞു. SPC കേഡറ്റുകൾക്കായുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മെറിൻ ജോസഫ് IPS. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വടകര ബ്രാഞ്ച് സംയുക്തമായാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. വടകര IMA ഹാളിൽ നടന്ന പരിപാടി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഓരോ കുട്ടിയും ഒരു ആന്റി ഡ്രഗ് അംബാസിഡർ ആകണം, ഓരോ സ്കൂളും ഒരു ഡ്രഗ് ഫ്രീ സോൺ ആകണം. അതാണ് നമ്മൾ ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓരോരുത്തരും അതിന് വേണ്ടി നമ്മുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യണം, കൊളാബറേറ്റ് ചെയ്യണം. നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു വലിയൊരു വിജയമാക്കാൻ പറ്റും. ഇതുവരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് നല്ലൊരു അവയർനെസ് സെഷനാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഓപ്പറേഷൻ തൂഫാനെ കുറിച്ച് കേൾക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയ ഒരു പ്രോഗ്രാമാണ്. ഇതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് റൂറൽ ജില്ലയിൽ തന്നെ ധാരാളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കേസും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻഫോഴ്സ്മെന്റ് സൈഡിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. കേസസും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നെ അതിന്റെ ബാക്കിയുള്ള ലീഗലായിട്ടുള്ള ആക്ഷൻസ്. അപ്പൊ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുമ്പോൾ എൻഫോഴ്സ്മെന്റ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന് ശരിക്കും 3 കോമ്പണൻസ് ആണുള്ളത്. ഒന്ന് ഓപ്പറേഷൻ തൂഫാന്റെ നാർക്കോ ഹണ്ട് എന്ന് പറയുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ്, പോലീസും എക്സൈസും പിന്നെ എൻഫോഴ്സ്മെന്റ് ചെയ്യുന്ന ഏജൻസീസ് ചെയ്യുന്ന ലീഗലായിട്ടുള്ള ആക്ഷൻ. അപ്പം അതിനാണ് ഇതുവരെ നമ്മൾ ഇതുവരെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നതും അതിനാണ് കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയത്. സെക്കൻഡ് കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ തൂഫാൻ കെയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഡിമാൻഡ് കുറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതുപോലെ ഡ്രഗ്സിന് അടിമയായ വ്യക്തികൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ് തൂഫാൻ കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു കോമ്പണന്റിലാണ് നമ്മൾ IMA ആയിട്ട് റൂൾസായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വരുന്ന ദിവസങ്ങളിൽ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡോക്ടർ P. ജ്യോതികുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ആശ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ M. മുരളീധരൻ, ഡ്രഗ്സ് ഇൻസ്പെക്ടർ AK രജീഷ്, അഡീഷണൽ ജില്ലാ നോഡൽ ഓഫീസർ റഖീബ് T എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. IMA പ്രസിഡന്റ് MK ഗീത സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഡോക്ടർ ബിജ്നേഷ് SN നന്ദി പറഞ്ഞു.